അള്ളാഹു ഒരു വാക്ക് നൽകിയാൽ ആ വാക്ക് വാക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് അള്ളാഹു ഒരിക്കലും ലംഘിക്കുകയോ ആ വാക്കിൽ അള്ളാഹു ഒരിക്കലും പൂർത്തീകരിക്കാതിരിക്കുകയോ ചെയ്യില്ല. ആ റബ്ബിന്റെ വാക്ക് വിശ്വസിക്കുന്നവരാവണം നമ്മൾ. ആ അള്ളാഹുവാണ് പറയുന്നത് ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ എന്ന് നിങ്ങൾ പറയാൻ തയ്യാറായാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. നിങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുത്തോളാം. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരാൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് اللهم إني أعوذ بك أن أضل أو أضل أو أزل أو أزل أو أظلم أو أظلم أو أجهل أو يجهل علي എന്ന ദിക്ർ ചൊല്ലി വീട്ടിൽ നിന്നൊരാൾ പുറത്തിറങ്ങിയാൽ തിരിച്ചു വരുന്നത് വരെ അയാളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമെന്ന് അല്ലാഹു തആല പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനെ പരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, പരിശുദ്ധ ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ മഹാന്മാരായ സ്വഹാബാക്കളെ മദീനയിൽ നിന്ന് ഇറക്കി വിടുന്നൊരു രംഗമുണ്ട്, മക്കയിൽ നിന്ന് ഇറക്കി വിടുന്നൊരു രംഗമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുച്ചരിച്ചതിന്റെ പേരിൽ, ഇത് പറഞ്ഞതിന്റെ പേരിൽ പരിശുദ്ധമായ മക്കയിൽ നിന്ന്, ജനിച്ച നാട്ടിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിനെയും മഹാന്മാരായ സ്വഹാബാക്കളെയും ഇറക്കി വിടുന്നുണ്ട്. മുഅ്മിനീങ്ങളെ, ആദ്യമായി മക്ക വിട്ടുപോയത് മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവാണ്. മഹാനായ ജഅഫർ റളിയല്ലാഹു അൻഹുവാണ് ആദ്യമായി മക്ക വിട്ടുപോയത്. ജഅഫർ തങ്ങളുടെ കൂടെ ഒരുപാട് മുസ്ലിമീങ്ങളായ സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. അവരെല്ലാവരും നേരെ പോയത് ഹബ്ശീനിയിലേക്കാണ്. അവിടെയുണ്ട് ഒരു നജ്ജാശി രാജാവ്. ആ നജ്ജാശി രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ മക്കയിൽ നിന്ന് വരുന്നവരാണ്. മക്കയിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിട്ടപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് വന്നത് നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായം പുറത്തുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കണം, ഞങ്ങളെ തള്ളിപ്പറയരുത്, ഞങ്ങളെ ഇറക്കി വിടരുത്. വളരെ സന്തോഷത്തോടെ നജ്ജാശി രാജാവ് ഈ ആളുകളെ എല്ലാം സ്വീകരിച്ചിരുത്തുമ്പോഴാണ് മക്കയിൽ നിന്ന് 3 ആളുകൾ നജ്ജാശി രാജാവിന്റെ സമീപത്തേക്ക് പോയത്. എന്നിട്ട് നജ്ജാശി രാജാവിനോട് പറഞ്ഞതെന്താ? നജ്ജാശി രാജാവിനോട് പറഞ്ഞത്, ഈ മുസ്ലിമീങ്ങൾ മക്കയിലെ പ്രശ്നക്കാരാണ്. ഈ മുസ്ലിമീങ്ങൾ മക്കയിലെ പ്രശ്നക്കാരാണ്. അവിടെ നിന്ന് കുടുംബം കലക്കിയവരാണവർ. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ, ഭിന്നിപ്പുണ്ടാക്കിയവർ. അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ഇവരെ താമസിപ്പിച്ചാൽ ഇവര് നിങ്ങളുടെ നാട്ടിലും അതേപോലെ ഭിന്നിപ്പുണ്ടാക്കും. ഞങ്ങളുടെ നാട്ടിലേക്ക് തന്നെ തിരിച്ചയക്കണമെന്ന് നജ്ജാശി രാജാവിനോട്, ഹബ്ശീനയിലെ നജ്ജാശി രാജാവിനോട് മക്കയിൽ നിന്ന് കടന്നു വന്ന 3 ആളുകൾ പറയുകയുണ്ടായി. അപ്പോഴാണ് നജ്ജാശി രാജാവ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് അടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബാക്കളെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളെ കുറിച്ച് ഇങ്ങനൊരു അഭിപ്രായമാണ് നിങ്ങളുടെ നാട്ടുകാർക്കുള്ളത്, ഇനി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പോഴാണ് മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്താണ് ഇസ്ലാം എന്ന് ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകും. ഇസ്ലാം എന്താണെന്ന് ഈ ഒരു പ്രസംഗം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഒരു പ്രസംഗം കേട്ടാൽ, ഈ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ ഹ്രസ്വമായ ഈ ഭാഷണം കേട്ടാൽ ലോകത്തെ ആളുകൾക്ക് എന്താ ഇസ്ലാം എന്ന് മനസ്സിലാവും. അപ്പൊ ഇസ്ലാം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു പ്രസംഗം കേട്ട് അയച്ചു കൊടുത്താൽ മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു നജ്ജാശി രാജാവിന്റെ മുമ്പിൽ എണീറ്റ് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഇസ്ലാം എന്താണെന്നറിയില്ല. എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ്യ, ഞങ്ങൾ ജാഹിലിയ കാലഘട്ടത്തിൽ വിവരമില്ലാത്ത, സംസ്കാരമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ സംസ്കാരമില്ലാത്ത, വിവരമില്ലാത്ത ഒരു കൂട്ടം ആളുകളായിരുന്നു ഞങ്ങൾ. നഅബുദുൽ അസ്നാം, ബിംബങ്ങളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്. കല്ലുകളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്. മരങ്ങളെ,
വൃക്ഷങ്ങളെ, സൂര്യനെ, വെള്ളത്തെ, ഇങ്ങനെ സൃഷ്ടികളെയാണ് ഞങ്ങൾ ആരാധിച്ചിരുന്നത്. വനഅകുലുൽ മൈത, ചത്തുപോയ ശവങ്ങളെ ഞങ്ങൾ തിന്നാറുണ്ടായിരുന്നു. വനഅതിൽ ഫവാഹിഷ്, ഞങ്ങളെ വ്യഭിചരിക്കാറുണ്ടായിരുന്നു. വനഖതഉൽ റഹാം, കുടുംബബന്ധം വിച്ഛേദിക്കാറുണ്ടായിരുന്നു. വനസീഉൽ ജീറാൻ, അയൽവാസികളോട് മോശമായി പെരുമാറാറുണ്ടായിരുന്നു. വയഅകുലു മിന്നൽ ഖവിയ്യു വയഅകുലുൽ ഖവിയ്യു മിന്നൽ ളഈഫ്, ആരോഗ്യവാന്മാർ, ആരോഗ്യ ദൃഢഗാത്രന്മാരായ ആളുകൾ ദുർബലരായ, ബലഹീനരായ, ഫഖീറായ ആളുകളുടെ സമ്പാദ്യം പിടിച്ചുപറ്റി തിന്നാറുണ്ടായിരുന്നു. കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന് പറഞ്ഞതുപോലെ, കയ്യൂക്കുള്ളവൻ കാര്യസ്ഥൻ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളിൽ അംഗബലമുള്ളവൻ, കഴിവുള്ളവൻ, പവറുള്ളവൻ, ബലഹീനരായ ആളുകളുടെ സമ്പാദ്യങ്ങൾ അടിച്ചു മാറ്റാറുണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുന്നതിനിടയിലാണ് ഞങ്ങളിലേക്ക് ഒരാൾ കടന്നു വരുന്നത്. അയാൾ 40 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചവരാണ്. 40 വർഷക്കാലം ഞങ്ങളുടെ കൂടെ ജീവിച്ചവനാണ് അയാൾ. എന്നു മാത്രമല്ല, 40 വർഷത്തിനിടയിൽ ഒരു നുണ പോലും പറഞ്ഞത് ഞങ്ങൾക്കാർക്കും അറിയില്ല. ഒരു പ്രശ്നമുണ്ടാക്കിയിട്ടില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തെ അറിയാം, അദ്ദേഹത്തിന്റെ തറവാട് അറിയാം, അദ്ദേഹത്തിന്റെ സത്യസന്ധത അറിയാം, അദ്ദേഹത്തിന്റെ വിശ്വസ്തത അറിയാം. ഇതെല്ലാം ഞങ്ങൾക്കറിയാം. അങ്ങനെയുള്ള ഒരാളാണ് ഞങ്ങളോട് വന്ന് പറയുന്നത്, ഞങ്ങൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, ബിംബങ്ങളെയോ മരങ്ങളെയോ കല്ലുകളെയോ ആരാധിക്കാൻ പാടില്ല. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി, ഒരു മരത്തെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് മരത്തെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കലാണ്. അതേപോലെ കല്ലുകളെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് കല്ലുകളെ സൃഷ്ടിച്ച അല്ലാഹുവിനെ ആരാധിക്കലാണ്. സൂര്യനെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത്, മൃഗത്തെ ആരാധിക്കുന്നതിനേക്കാളും നല്ലത് അതിനെയെല്ലാം സൃഷ്ടിച്ച സൃഷ്ടാവിനെ ആരാധിക്കലാണ്. അന്നു മുതൽ ഞങ്ങൾ ബിംബങ്ങളെ ആരാധിച്ചില്ല, അള്ളാഹുവിനെ ആരാധിച്ചു എന്നതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഒരാള് ബിംബത്തെ ആരാധിക്കുന്നു, മറ്റൊരാള് മരത്തെ ആരാധിക്കുന്നു, വേറെ ഒരാൾ അള്ളാഹുവിനെ ആരാധിക്കുന്നു. എന്താ തെറ്റാണോ? ഇയാൾക്ക് ബിംബത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ മറ്റൊരാൾക്ക് മൃഗത്തെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ അപ്പുറത്തുള്ള ആൾക്ക് അള്ളാഹുവിനെ ആരാധിക്കാൻ സ്വാതന്ത്ര്യമില്ലേ? നീ എന്താടാ ബിംബത്തെ ആരാധിക്കുന്നു ചോദിച്ചാൽ അടിച്ചോ? ഇല്ല. നീ എന്താടാ മൃഗത്തെ ആരാധിക്കുന്നു ചോദിച്ചാൽ അടിച്ചോ? ഇല്ല. പിന്നെന്തിനാണ് ഇയാൾ അള്ളാഹുവിനെ ആരാധിക്കുന്ന ഒരാൾ അടിക്കാൻ പോകുന്നത്? ബിംബത്തെ ആരാധിക്കുന്ന ഒരാൾക്ക് നീ ബിംബത്തെ ആരാധിക്കരുത് എന്ന് പറഞ്ഞ് അടിക്കാൻ നിന്നാൽ നീ അള്ളാഹുവിനെയും ആരാധിക്കണ്ട എന്ന് പറഞ്ഞ് തിരിച്ചടിക്കാം. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. നീ എന്തിനാ ബിംബത്തെ ആരാധിക്കുന്നത് ചോദിച്ചിട്ടില്ല. അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കഴിയുമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളയുക. കല്ലുകളെ, ബിംബങ്ങളെ ആരാധിക്കുന്ന ആളുകൾക്ക് സ്വാതന്ത്ര്യമുള്ളതുപോലെ അള്ളാഹുവിനെ ആരാധിക്കാൻ ഞങ്ങൾക്കും സ്വാതന്ത്ര്യമില്ലേ? ചോദ്യം വളരെ പ്രസക്തമാണ്. പിന്നെ പറഞ്ഞു, ഞങ്ങളോട് കള്ളം പറയരുത് എന്ന് പറഞ്ഞു. കള്ളം പറയരുത്, സത്യമേ പറയാൻ പാടുള്ളൂ. ഇപ്പൊ കള്ളം പറയരുത്, സത്യമേ പറയാൻ പാടുള്ളൂ, അത് തെറ്റാണ്. ഇസ്ലാം വരുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ, മുസ്ലിം ആകുന്നതിന് മുമ്പ് അവരുടെ അവസ്ഥ എന്താണ്? ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ അവസ്ഥ എന്താണ്? ഇസ്ലാം വരുന്നതിന് മുമ്പ് ഞങ്ങൾ കള്ളം പറയുമായിരുന്നു, മുസ്ലിമായപ്പോൾ ഞങ്ങൾ കളവ് നിർത്തി, അത് തെറ്റാണോ? മുസ്ലിമായപ്പോൾ ഞങ്ങൾ കളവ് നിർത്തുകയുണ്ടായി, അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? പിന്നെ പറഞ്ഞു, വിശ്വസ്തത കാത്തു സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം. വിശ്വസിച്ച ഒരാൾ ഒരു കാര്യം ഏൽപ്പിച്ചാൽ അവിടെ വഞ്ചന നടത്താൻ പാടില്ല, അവിടെ ചതി നടത്താൻ പാടില്ല. അഥവാ എന്തെങ്കിലും ഒരു കാര്യം ഞങ്ങൾ ഏൽപ്പിക്കുകയാണ്, മൊബൈൽ ഫോൺ ഏൽപ്പിച്ചു, വാത് കഴിയുന്നത് വരെ പിടിക്കണം, വാത് കഴിഞ്ഞ് തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ വാത് കഴിയുമ്പോ തിരിച്ചു തരണം. ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളോ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ നമ്മുടെ ബിൽഡിങ്ങുകളോ നമ്മെ ഏൽപ്പിക്കുകയാണ്, വിശ്വസിച്ചുകൊണ്ട് ഏൽപ്പിക്കുകയാണ്, ഇതാ നീ പിടിച്ചോ, ഞാൻ ഗൾഫിൽ പോയി വരുമ്പോ തന്നാ മതി. കാറ് ചങ്ങാതി ഏൽപ്പിച്ചു, തിരിച്ചു വരുമ്പോ തരണം, തിരിച്ചു വരുമ്പോ അതേപോലെ കൊടുക്കണം, എങ്ങനെയാണോ തന്നത് അതേപോലെ കൊടുക്കണം. അവിടെ പൊട്ടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കി, അപകടങ്ങൾ ഉണ്ടാക്കി, ക്യാമറ അടിച്ച് ഫൈൻ ഉണ്ടാക്കി തിരിച്ചു കൊടുക്കുന്നത് വിശ്വാസ വഞ്ചനയാണ്.
നിങ്ങൾ സത്യസന്ധത വേണം, അതോടൊപ്പം വിശ്വസ്തത വേണം, വിശ്വാസ വഞ്ചന നടത്തരുത് എന്ന് പറഞ്ഞു. അപ്പൊ വിശ്വാസ വഞ്ചന നടത്തുന്ന ആളായിരുന്നു ഞങ്ങൾ. മുസ്ലിം ആയതിനു ശേഷം വിശ്വാസ വഞ്ചന നിർത്തി. അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? അടുത്ത ചോദ്യം വന്നു, വസിലത്തുർ റഹീം. വസിലത്തുർ റഹീം, കുടുംബബന്ധം ഞങ്ങൾ ചേർക്കാറുണ്ടായിരുന്നു. കുടുംബബന്ധം ഞങ്ങൾ ചേർക്കാറുണ്ടായിരുന്നു. ആ കുടുംബബന്ധം ചേർക്കാൻ ഞങ്ങളോട് പറഞ്ഞത് ഇസ്ലാമാണ്. നേരത്തെ ഞങ്ങൾ കുടുംബക്കാരെ പരിഗണിക്കുമായിരുന്നില്ല. ഞങ്ങൾ യുദ്ധം ചെയ്യാറുണ്ടായിരുന്നു. സ്വന്തം ജ്യേഷ്ഠനോട് യുദ്ധം ചെയ്യും, സ്വന്തം അനുജനോട് യുദ്ധം ചെയ്യും, കുടുംബങ്ങളോട് യുദ്ധം ചെയ്യും. പിന്നെ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു കുടുംബബന്ധം ചേർക്കണമെന്ന്. കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകൂല എന്ന്. കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്ന ആളുകൾക്ക് അല്ലാഹു സ്വർഗം നൽകൂല എന്ന്. പിണങ്ങി നിന്നാൽ അവന്റെ ഒരു ഇബാദത്തും അല്ലാഹു സ്വീകരിക്കൂല. അങ്ങനെയല്ലേ യാഥാർത്ഥ്യം? തെറ്റി നിൽക്കുന്നവന്റെ ഇബാദത്ത് അല്ലാഹുവിന് വേണോ? ചൊടിച്ചു നിൽക്കുന്ന ഒരാൾ ഖിയാമത്ത് നാൾ വരെ പള്ളിയിൽ ഇരുന്നിട്ട് സുജൂദിൽ കിടന്നാലും അയാളുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല എന്നാണ്. കുടുംബക്കാരോട് പിണങ്ങി നിൽക്കുന്നവർ, അയൽവാസികളോട് പിണങ്ങി നിൽക്കുന്നവർ, നാട്ടുകാരോട് പിണങ്ങി നിൽക്കുന്നവർ, ചങ്ങാതിമാരോട് പിണങ്ങി നിൽക്കുന്നവർ, ആരോടായാലും പിണങ്ങി നിൽക്കുന്ന ആളുകൾ അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല. അവരെത്ര വലിയ ആബിദീങ്ങളാണെങ്കിലും ശരി, എത്ര വലിയ നിസ്കാരക്കാരാണെങ്കിലും ശരി, അവരുടെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കാൻ പോകുന്നില്ല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ഇരിക്കുന്ന സദസ്സിലേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങുകയില്ല. അവരിരിക്കുന്ന സദസ്സിൽ അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങൂല. അവരിരിക്കുന്ന സദസ്സിൽ വെച്ച് ദുആ ചെയ്താൽ അല്ലാഹു തആല ദുആഇനെ സ്വീകരിക്കൂല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അടക്കമുള്ള പ്രഗൽഭരായ സ്വഹാബാക്കൾ പറയുന്നുണ്ട്, പിണങ്ങി നിൽക്കുന്ന ഒരാൾ ഒരു സദസ്സിലുണ്ടെങ്കിൽ ആ സദസ്സിന്റെ പ്രാർത്ഥനയെ അല്ലാഹു സ്വീകരിക്കുകയില്ല. ഈ സദസ്സിലേക്ക് എത്ര പേരുണ്ടാവും? പെണ്ണുങ്ങളായി ആണുങ്ങളായി എത്ര ആളുകൾ തെറ്റി നിൽക്കുന്നവരുണ്ടാവും. കുടുംബക്കാരോട് മിണ്ടാത്തവർ, കുടുംബക്കാരോട് സംസാരിക്കാത്തവർ, വർഷങ്ങളായി എന്റെ മയ്യിത്ത് പോലും കാണാൻ വരരുത് എന്ന് പറയുന്നവർ ഇഷ്ടം പോലെ ഉണ്ടാവില്ല. ഇങ്ങനെയൊക്കെ പിണങ്ങിയും തെറ്റിയും നിന്നിട്ടാണ് നമ്മൾ വരെ നിസ്കാരക്കാരായി നിസ്കാരത്തഅമ്പുമായി അള്ളാഹുവിനെ കാണാൻ പോകുന്നത്. പക്ഷേ അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിച്ചിട്ടില്ല. അവന്റെ ഒരു നിസ്കാരവും അല്ലാഹുവിന് വേണ്ട, അവന്റെ ഒരു സ്വതഖയും അല്ലാഹുവിന് വേണ്ട. നാളെ പാരത്രിക ലോകത്തേക്ക് അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുമ്പോൾ അല്ലാഹു തആല അവന്റെ ഒരു അമലും സ്വീകരിച്ചിട്ടുണ്ടാവൂല. എല്ലാ ആഴ്ചയും 2 തവണ അല്ലാഹുവിന്റെ മലക്കുകൾ ഭൂമി ലോകത്ത് നിന്ന് ആകാശത്തേക്ക് നന്മകൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാ ആളുകളുടെയും നന്മകളെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അവിടെ എത്തുമ്പോൾ അല്ലാഹു തആല ഓരോ ആളുകളുടെ അമലുകളുടെ കണക്കും എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അല്ലാഹു നോക്കിയിട്ട് പടച്ചോനെ, ഈ 2 ആളുകൾ പിണങ്ങി നിൽക്കുന്നവരാണ്, 2 ആളുകൾ തെറ്റി നിൽക്കുന്നവരാണ്, അതുകൊണ്ട് എന്ത് ചെയ്യണം? മാറ്റിവെക്കുന്നവർ, അത് വേണ്ട, മാറ്റി തെറ്റി നിൽക്കുന്നവരുടെ ഒരു അമലും എനിക്ക് വേണ്ട എന്നാണ് അല്ലാഹു പറയുന്നത്. പിണങ്ങി നിൽക്കുന്നവരുടെ ഒരാളുടെ അമലും എനിക്ക് വേണ്ട എന്നാണ് അല്ലാഹു പറയുന്നത്. പിണങ്ങി നിൽക്കുന്ന സ്വഭാവക്കാരായിരുന്നു ഞങ്ങൾ. കുടുംബക്കാരുമായി തെറ്റി നിൽക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. ഞങ്ങളോട് പറഞ്ഞു, കുടുംബക്കാരുമായി ചൊടിച്ചു നിൽക്കരുത്, കുടുംബബന്ധം വിച്ഛേദിക്കരുത്, കുടുംബക്കാരുമായി പിണങ്ങരുത്. അതോടുകൂടി ഞങ്ങൾ കുടുംബക്കാരോട് വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. വളരെ സ്നേഹത്തോടെ പെരുമാറാൻ തുടങ്ങി. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? കുടുംബക്കാരോട് തെറ്റി നിൽക്കുന്ന ഞങ്ങൾ കുടുംബക്കാരുമായിട്ടുള്ള പിണക്കം മാറി സലാം പറഞ്ഞു സംസാരിച്ചു. അത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? പിന്നെ പറഞ്ഞു, രാജാവേ വഹുസ്നിൽ ജിവാർ, ഞങ്ങളോട് പറഞ്ഞു അയൽവാസികളോട് മാന്യമായി പെരുമാറണം, അയൽവാസികളോട് മോശമായി പെരുമാറരുതേ, അയൽവാസികളോട് മാന്യമായി പെരുമാറണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അന്നു മുതൽ അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി പെരുമാറാൻ തുടങ്ങി.
അവരോട് ഞങ്ങൾ പിണങ്ങൂല, അവരെ നമ്മൾ എതിർക്കൂല, അവരോട് മോശമായി പെരുമാറൂല, ഒച്ചപ്പാടുണ്ടാക്കൂല, ബഹളമുണ്ടാക്കൂല, അവർക്കെതിരെ ഫിത്നയുണ്ടാക്കൂല, എല്ലാം നിർത്തി. അന്നു മുതൽ അയൽവാസികളോട് ഞങ്ങൾ മാന്യമായി പെരുമാറാൻ തുടങ്ങി. അയൽവാസികളോട് മാന്യമായി പെരുമാറിയാലേ നിങ്ങൾ യഥാർത്ഥ മുഅ്മിനാവുള്ളൂ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചപ്പോ അയൽവാസികളെ ബഹുമാനിക്കാൻ തുടങ്ങി. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? വനഹാന അനിൽ ഫവാഹിഷ്, ഞങ്ങൾ വ്യഭിചരിക്കാറുണ്ടായിരുന്നു. വ്യഭിചരിക്കും. പെണ്ണിനോട് താല്പര്യം തോന്നിയാൽ അവളെയും കൂട്ടി കിടപ്പറ പങ്കിടാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. അത് ആരുടെ മകളായാലും ആരുടെ ഭാര്യയായാലും ആരുടെ സഹോദരിയായാലും ആരോടെങ്കിലും വികാരം തോന്നിയാൽ ആരോടെങ്കിലും ഇഷ്ടം തോന്നിയാൽ അവരുമായി കിടപ്പറ പങ്കിടാൻ ഞങ്ങൾക്കൊരു മടിയും ഉണ്ടായിട്ടില്ല. നബി തങ്ങളുടെ അടുത്തേക്ക് ഒരാൾ വന്നത്, നബിയെ, ഞാൻ മുസ്ലിം ആവാം, പക്ഷേ എനിക്ക് വ്യഭിചരിക്കാൻ അവസരം തരണം. മുസ്ലിം ആവാം, മുസ്ലിം ആയതിനു ശേഷം വ്യഭിചാരം ഹറാമാണെന്ന് എന്നോട് പറയരുത്, അതെനിക്ക് മാറ്റി നിർത്താൻ പറ്റൂല. വ്യഭിചാരം എന്റെ വീക്ക്നെസ് ആണ്. ആയിക്കോട്ടെ, അയാൾ മുസ്ലിമായി. പിന്നെയാണ് അല്ലാഹുവിന്റെ ഹബീബ് അയാളോട് ചോദിച്ചത്, നിന്റെ ഉമ്മയെ മറ്റൊരാള് വ്യഭിചരിക്കുന്നത്, നിന്റെ സഹോദരിയെ മറ്റൊരാള് വ്യഭിചരിക്കുന്നത്, നിന്റെ ഭാര്യയെ മറ്റൊരാള് വ്യഭിചരിക്കുന്നത്, നിന്റെ മക്കളെ മറ്റൊരാള് വ്യഭിചരിക്കുന്നത് നിനക്ക് ഇഷ്ടമാണോ? അല്ല. എന്നാൽ നീ വ്യഭിചരിക്കുന്നത് ഒന്നുകിൽ മറ്റൊരാളുടെ ഉമ്മ, അല്ലെങ്കിൽ സഹോദരി, അല്ലെങ്കിൽ മക്കൾ, അല്ലെങ്കിൽ ഭാര്യ. അവർക്കും അത് ഇഷ്ടമല്ലല്ലോ, അപ്പോൾ ഒഴിവാക്കുക. ഇത് കേട്ടപ്പോ പടച്ചോനെ, ഇങ്ങനെയൊക്കെയുണ്ടോ, ഇങ്ങനെയൊക്കെയുണ്ടോ, എന്നാ എനിക്കത് ഇനി വേണ്ട, ഞാൻ നിർത്തി. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള കാര്യമായി വ്യഭിചാരം മാറി എന്ന് പറഞ്ഞാൽ തിരിച്ചുപോയി. എനിക്ക് വ്യഭിചാരത്തിന് മാത്രം എക്സ്ക്യൂസ് തരണം, അതിന് മാത്രം നിങ്ങൾ സ്ട്രിക്റ്റ് ആക്കരുത്. ബാക്കിയൊക്കെ ഓക്കെ, നിസ്കരിക്കാം, ഖുർആൻ ഓതാം, സകാത്ത് കൊടുക്കാം, നോമ്പ് നോക്കാം, പലിശ തിന്നൂല, പക്ഷെ ഈ വിഷയം നിങ്ങൾ അങ്ങനെ സ്ട്രിക്റ്റ് ആക്കാൻ പാടില്ല. ആയിക്കോട്ടെ. പക്ഷെ ഇത് പറഞ്ഞപ്പോഴേക്കും അയാളിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടായി. ഇതാണോ രാജാവേ, വ്യഭിചാരം ഞങ്ങൾ നിർത്തി, ഞങ്ങളുടെ ഭാര്യ ഹലാലായ ഭാര്യയല്ലാതെ വേറെ ഒരു ഹറാമായ ഇടപാടും ഞങ്ങൾക്കുണ്ടായില്ല, ഞങ്ങൾ നിർത്തിവെച്ചു. ഇതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? യതീമക്കളുടെ സമ്പാദ്യം ഞങ്ങൾ തിന്നാറുണ്ടായിരുന്നു. അനാഥരായ ആളുകൾ പിതാവ് മരിച്ചുപോയാൽ അവരെ പരിഗണിക്കാതെ അവരുടെ സമ്പാദ്യം ഞങ്ങൾ കട്ടെടുക്കാറുണ്ടായിരുന്നു. ഞങ്ങളത് നിർത്തി. ഇതെല്ലാം ഞങ്ങൾ നിർത്തി. ഇതാണ് ഞങ്ങളിലുണ്ടായ മാറ്റം. നിങ്ങൾ പറയണം രാജാവേ, ഇത് ഞങ്ങൾ ചെയ്ത തെറ്റാണോ? ഇതിന്റെ പേരിലാണ് മക്കയിൽ നിന്ന് ഹബശീനയിലേക്ക് ഞങ്ങളെ ആട്ടിയോടിച്ചത്. എന്നിട്ട് ഞങ്ങളെ വധിക്കാനുള്ള താല്പര്യത്തോടെ, പീഡിപ്പിക്കാനുള്ള താല്പര്യത്തോടെ തിരിച്ചു ചോദിക്കുകയാണ്. അപ്പോഴാണ് നജാഷി രാജാവ് പറഞ്ഞത്, ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കിടെ സ്വതന്ത്രമായി ജീവിക്കാം, ഞാനുള്ള കാലത്തോളം നിങ്ങൾക്കൊരു പേടിയും പേടിക്കണ്ട, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല. എന്നാൽ ഇത് തന്നെയാണ് മുസ്ലിം, ഇത് തന്നെയാണ് ഇസ്ലാം. ഈ ഇസ്ലാമിനെയാണ് ലോകത്തിന് നമ്മൾ കാഴ്ചവെക്കേണ്ടത്. ഈ ഇസ്ലാമിനെയാണ് ലോകത്തിന് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. ഇസ്ലാമിന്റെ ലോകത്തിന്റെ ദാഹം ഇങ്ങനെ ഒരു മുസ്ലിമിനെ കാണാനാണ്. അപ്പൊ അങ്ങനെ ഒരു മുസ്ലിമായി നമ്മൾ മാറിയാൽ ഒരാളും നമ്മൾക്കെതിരെ തിരിയൂല. മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഇസ്സത്തും പ്രതാപവും തിരിച്ചു നൽകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതിനാണ്. ആർക്കെങ്കിലും ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ധാരണകൾ ഉണ്ടെങ്കിൽ, ഇസ്ലാമോ ഫോബിയ മൂലം ലോകത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ ഇരിക്കാൻ തുടങ്ങിയ അന്ന് തുടങ്ങിയതാണ് ഇസ്ലാമോഫോബിയ. എന്തുകൊണ്ട്? വ്യഭിചാരികളായ ആളുകൾക്ക് സ്വതന്ത്രമായി വ്യഭിചരിക്കാൻ കഴിയില്ല, കള്ള പലിശക്കാർക്ക് പലിശയുടെ ഇടപാട് നടത്താൻ കഴിയില്ല, കള്ളുകുടിയന്മാരായ ആളുകൾക്ക് കള്ളു കുടിക്കാൻ കഴിയില്ല. ഇങ്ങനെ ഓരോ തെറ്റായ കാര്യങ്ങളെയും മുഖം നോക്കി പറയാനും തെറ്റ് തിരുത്താനും പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് കാരണത്താൽ ആളുകൾക്ക് ഇസ്ലാമിനോട് വെറുപ്പ് തോന്നി. ലോകത്തും മതമുണ്ടാവരുത് എന്ന ചിന്തയാണ്. ഇങ്ങനെ ഓരോന്നായി മതമില്ലാതെ എന്ത് വേണോ, എന്ത് ആഗ്രഹിക്കുന്നുവോ അത് ചെയ്ത് ജീവിക്കണമെന്നുള്ള താല്പര്യം. ആദ്യം തകർക്കേണ്ടത് ഇസ്ലാമിനെയാണ്. ഇസ്ലാം തകർന്നാൽ മറ്റുള്ള മതങ്ങളെല്ലാം ഒന്നിന് പിറകെ ഒന്നായി നശിച്ചോളുമെന്ന് ഇവിടെയുള്ള എല്ലാ യുക്തിവാദികൾക്കും അറിയാം.
അപ്പൊ ഈ മഹത്തായ ഇസ്ലാമിനെ ജനങ്ങളുടെ മുമ്പിൽ ഭീമാകാരമായ വർഗീയതയുടെ തീവ്രവാദത്തിന്റെ പട്ടമേൽപ്പിച്ച് ഇതിനെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവരോടാണ് പറയുന്നത്, കർബല എന്ന് പറയുന്നത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ മരണമാണെങ്കിലും, മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്താണെങ്കിലും അത് പതനം യസീദിന്റെ പതനമാണ്. ഖത്ലേ ഹുസൈൻ അസ്ലിമേ ബർഹേ യസീദ് ഹേ, ഇസ്ലാം സിന്ദ ഹോതാ ഹേ ഹർ കർബലാ കെ ബഅദ്. ലോകത്ത് എത്ര കർബല നടന്നാലും ഇസ്ലാം വളരുകയല്ലാതെ തളർന്നു പോവില്ല. അങ്ങനെയാണ് പറഞ്ഞത്. മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അടക്കമുള്ള അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ കുടുംബങ്ങളെയും അവർ വധിച്ചു കളഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ കുടുംബങ്ങളെയും വധിച്ചു കളഞ്ഞു. രോഗിയായ മഹാനായ അലിയും സൈനുൽ ആബിദീൻ തങ്ങളൊഴികെ, ഒരാളൊഴികെ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത അല്ലാഹുവിന്റെ മക്കളിൽ ഒരാളൊഴികെ, പൗത്രന്മാരിൽ ഒരാളൊഴികെ, നബി തങ്ങളുടെ കുടുംബം അഹ്ലു ബൈത്ത്, ഫാത്തിമ ബീവിയുടെ മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാ മക്കളെയും കർബലയിൽ വെച്ച് കഴുത്തുറുത്തു കൊല്ലുകയുണ്ടായി. ആകെ ബാക്കിയാധാര യുദ്ധത്തിന് പോവാതെ രോഗിയായി കിടക്കുന്ന മഹാനായ സൈനുൽ ആബിദീൻ തങ്ങളാണ് ബാക്കിയായത്. മറ്റുള്ള എല്ലാ ആളുകളും കർബലയിൽ വെച്ച് മരിച്ചുപോയി. അന്ന് വലിയ ഒരു കിംവദന്തി പരന്നു, ഇനി ഇസ്ലാമില്ല എന്ന്, ഇനി ഇസ്ലാം ഉണ്ടാവൂല, ഇസ്ലാം ഇതോടുകൂടി തകർന്നുപോയി എന്ന്. കാരണം അല്ലാഹുവിന്റെ ഹബീബിന്റെ കുടുംബം തീർന്നുപോയല്ലോ. ഒരാളല്ലേ ബാക്കിയുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം മരിച്ചുപോയി, ഷഹീദായി, രക്തസാക്ഷിയായി. ഇനി ഇസ്ലാം ഉണ്ടാവൂല എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് അത്ഭുതകരമായി ഇസ്ലാം വളർന്നു പന്തലിച്ചത്. അത്ഭുതകരമായി ഇസ്ലാം വളർന്നു പന്തലിച്ചത്. ഖത്ലേ ഹുസൈൻ അസ്ലിമേ ബർഹേ യസീദ് ഹേ. സത്യത്തിൽ മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, ഇസ്ലാം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത്, അത് യസീദിന്റെ മരണമാണ്. കാരണം ഇസ്ലാം തകരുകയല്ല, അതിനുശേഷം ഇസ്ലാം വളരുകയാണ് ചെയ്തത്. ലോകത്ത് ഇസ്ലാമിന്റെ ചരിത്രം എവിടെ നോക്കിയാലും തുർക്കിയിൽ ഒരുപാട് കാലം ഒട്ടോമൻ എംപയർ ഉണ്ടായിരുന്നു. അവിടെ വളരെ മനോഹരമായ ഇസ്ലാമിക രാജ്യമുണ്ടായിരുന്നു. ആ ഇസ്ലാമിക രാജ്യത്തിലേക്കാണ് അത്താതുർക്ക് കടന്നു വരുന്നത്. അത്താതുർക്ക് അവിടെ ബാങ്ക് കൊടുക്കാൻ വിട്ടില്ല, നിസ്കരിക്കാൻ വിട്ടില്ല. ഇസ്ലാമിന്റെ പരസ്യമായ സർവ്വ അടയാളങ്ങളെയും എടുത്തു കളഞ്ഞു. ഹിജാബ് ധരിക്കാൻ പാടില്ല, തൊപ്പി ധരിക്കാൻ പാടില്ല, പരസ്യമായി ബാങ്ക് വിളിക്കരുത്, പരസ്യമായി ഖുർആൻ ഓതരുത്. അങ്ങനെ മുസ്ലിം രാഷ്ട്രത്തിൽ വെച്ച് ഇസ്ലാമിന്റെ സർവ്വ അടയാളങ്ങളും തകർത്ത് തരിപ്പണമാക്കി. ആ അത്താതുർക്കിന്റെ തുർക്കിയാണ്, ആ അത്താതുർക്കിന്റെ തുർക്കിയാണ് ഇന്ന് പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12-ാം ദിവസം ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലെ, ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലെ ഉറങ്ങാതെ പരിശുദ്ധമായ ഖുർആൻ ഓതി സ്വലാത്ത് ചൊല്ലി ലൈലത്തുൽ ഖദറിന്റെ രാത്രി പോലെ അല്ലാഹുവിന്റെ ഹബീബ് ജനിച്ച ആ ദിവസത്തെ ബഹുമാനിക്കുന്നുണ്ട് തുർക്കി. തുർക്കിയിലുള്ള സർവ്വ പള്ളികളിലും സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾ, തുർക്കിയിലുള്ള സർവ്വ പള്ളികളിലും റബീഉൽ അവ്വൽ 12-ന്റെ രാത്രിയായാൽ അവർക്ക് ഉറക്കില്ല. എന്റെ കൂടെ എന്റെ ഒരു സുഹൃത്ത്, ഹുദവിയായ സുഹൃത്ത് തുർക്കിയിൽ പഠിച്ചുകൊണ്ടിരുന്നു. അതേപോലെ എന്റെ ഒരു അനുജനും ഉണ്ടായിരുന്നു തുർക്കിയിൽ. ഈ റബീഉൽ അവ്വലിന്റെ രാത്രിയിൽ ഒരു ഖത്തം ഖുർആൻ ഓതി തീർത്ത ആളുകൾ വരെയുണ്ട്. 12-ാം രാത്രിയിൽ ഉറങ്ങാതെ പരിശുദ്ധമായ ഖുർആൻ ഓതി അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടം കാരണത്താൽ. അപ്പൊ എവിടെയാണോ ഇസ്ലാമിന്റെ അടയാളത്തെ മായ്ച്ചു കളയാൻ ആളുകൾ ശ്രമിക്കുന്നത്, അവിടെ ഇസ്ലാം വളരുകയല്ലാതെ തളരുമെന്ന് ആരും വിചാരിക്കണ്ട, ആരും വിശ്വസിക്കണ്ട.